ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നബാർഡ് ഗ്രേഡ് എ അസിസ്റ്റന്റ് മാനേജർ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുകയാണ്. അപ്പം അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, സിവിൽ തുടങ്ങി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാം പാറ്റേൺ എന്താണെന്നുള്ളത് എല്ലാ സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന പോസ്റ്റുകളുടെ എല്ലാം ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ പറയുവാണെങ്കിൽ ഫസ്റ്റ് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പിന്നീട് അതിൽ ക്വാളിഫൈ ആവുന്നവർക്ക് വേണ്ടിയിട്ട് മെയിൻ എക്സാമിനേഷൻ ഉണ്ട്. പിന്നീട് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ ഇന്റർവ്യൂ ഉണ്ട്. ഇങ്ങനെ ഈ 4 സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമ്മളൊരു ഫൈനൽ ലിസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മുന്നിലുള്ള കടമ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സാവുക എന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് മെയിൻ എക്സാമിനേഷൻ, സൈക്കോമെട്രിക് ടെസ്റ്റ്, അതേപോലെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് 8 ടോപ്പിക്സുകൾ തന്നെ വരുന്നുണ്ട്. അതിൽ റീസണിങ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻസ് ആണ്, 20 മാർക്ക്. അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്. അതേപോലെ കമ്പ്യൂട്ടർ നോളജ് 20 ക്വസ്റ്റ്യൻസ്, 20 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 ക്വസ്റ്റ്യൻസ്, 20 മാർക്ക്. ഡിസിഷൻ മേക്കിംഗ് 10 മാർക്ക്, 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ അവയർനെസ്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, 20 മാർക്ക്. അതേപോലെ എക്കണോമിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ഇഷ്യൂസ് അതിനും 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 40 മാർക്കാണ്. പിന്നീട് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അതിൽ 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്കാണ്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 200 മാർക്കിന്റെ എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. ടൈം വരുന്നത് 120 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും 8 ടോപ്പിക്സുകളുണ്ട്. അതിൽ 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്, 120 മിനിറ്റ്സിന്റെ എക്സാം ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രിലിമിനറി എക്സാമിനേഷന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ പ്രിലിംസ് പാസ്സായി നമ്മൾ മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ മെയിൻ എക്സാമിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ടായിരിക്കും. ആ പേപ്പർ 2വിൽ വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ്. പേപ്പർ 1ൽ വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ്. അത് ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. അതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 100 മാർക്കാണ്. 90 മിനിറ്റ്സ് ആയിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പിന്നീട് പേപ്പർ 2ലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രീം ഏതാണോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പറാണ് വരുന്നത്. അതിൽ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. ഒബ്ജക്റ്റീവ് 30 ക്വസ്റ്റ്യൻസ്, മാർക്ക് 50 ആണ്. ടോട്ടൽ 30 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. സെക്കൻഡ് ഡിസ്ക്രിപ്റ്റീവിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതിൽ 2 എണ്ണം 15 മാർക്കിൻ്റെതും 2 എണ്ണം 10 മാർക്കിൻ്റെതും ആയിരിക്കും. ആ 15 മാർക്കിൻ്റെത് ഡിഫിക്കൽറ്റി ലെവൽ ഉള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ അതിനും 50 മാർക്കാണ്. 90 മിനിറ്റ്സ് ആണ് അതിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പേപ്പർ 2ൽ നമ്മൾ ഒബ്ജക്റ്റീവിനകത്ത് വരുമ്പോൾ പാരഗ്രാഫ് ബേസ്ഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ, ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. അതേപോലെ തന്നെ ആ 30 ക്വസ്റ്റ്യൻസിൽ ചില ക്വസ്റ്റ്യൻസിന് 2 മാർക്കും ചില ക്വസ്റ്റ്യൻസിന് 1 മാർക്കും ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ മെയിൻ എക്സാമിനേഷനും പാസ്സായി നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റിലേക്കാണ്. അത് MCQ ബേസ്ഡ് ആണ്. 90 മിനിറ്റ്സ് ആണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. പിന്നീട് ഫൈനൽ റൗണ്ടിലാണ് നമ്മുടെ ഇന്റർവ്യൂ വരുന്നത്. അതിന് നമുക്ക് 50 മാർക്കാണ്. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളിലൂടെ കടന്നുപോയി നിങ്ങളുടെ ഇതിലെല്ലാം നിങ്ങൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പോഴാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ് ഇപ്പോൾ. നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ 8-ാം തീയതി മുതൽ നവംബർ 8 മുതൽ നവംബർ 30 വരെ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിൽ ഫേസ് 1ൻ്റെ എക്സാമിനേഷൻ വരുന്നത് ഡിസംബർ 20-നാണ്. അതേപോലെ ഫേസ് 2 വരുന്നത് ജാനുവരി 25, 2026-ലാണ്. അപ്പോൾ ബാക്കിയുള്ള ഫേസ് 3 ഒക്കെ ഡേറ്റ് പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നവംബർ 30 വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നീട് ഡിസംബർ 20-നാണ് ഫസ്റ്റ് ഫേസ് എക്സാം വരുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് വരാൻ പോകുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് FCIയിലേക്കുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോച്ചിങ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ ചിലപ്പോൾ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം, നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു അവസരത്തിനായിട്ട് നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യാതെ നല്ല രീതിയിൽ ആ ടൈം യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.